ഏകദേശം 2 മാസത്തോളം നീണ്ടു നിന്ന CJP സമരം അവസാനം വിജയം കണ്ടു. അതായത് അവരുടെ ആവശ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതായിരുന്നു. അവർ രാജിവെപ്പിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ നടന്ന സമരം അതായത് ഒരു പാർട്ടിയുടെയും പിന്തുണ ഉണ്ടാവാതെ കുറച്ച് ന്യൂജൻ കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. അക്രമാസക്തമായിട്ടുള്ളതും എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഗുരുതരമാണ്. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സമരം നമ്മൾ കണ്ടു. അപ്പോൾ ഈ സമരത്തിനൊരു എന്താ പറയുക, ഒരു തീവ്രവാദ സ്വഭാവം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരത്തില്ലേ? ഇതിൽ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സമരം വിജയിച്ച് അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു മന്ത്രി രാജിവെച്ചു. വീണ്ടും അടുത്ത സമരത്തിന് വേണ്ടി അവർ കോപ്പ് കൂട്ടുകയാണ്. അതായത് എന്താണ് അടുത്ത സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തത് E20 പെട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ നിയന്ത്രിക്കുക. E20 ജനതാ പാർട്ടി അങ്ങനെ എന്തോ ആണ് അവർ പുതുതായിട്ട് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിതിൻ ഗഡ്കരിയെ അവിടെ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അതായത് നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ CJP എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്, അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വെറും ഒരു മൂവ്മെൻ്റ് ആണ്. അവിടെ നീറ്റ് പരീക്ഷ ക്രമക്കേട് സംഭവിച്ചു, ശരിയാണ്. എന്നാൽ ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഇത് അത്ര കണ്ട് വലിയ വിഷയമാക്കിയില്ല. അതിന് സമരത്തിലേക്ക് പോയില്ല. ഈ പറയുന്ന നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടില്ല. അതൊരു സമരമേ ഉണ്ടായില്ല എന്ന് പറയുന്നതാവും ശരി. ഏറ്റവും ഒടുവിൽ ഇതിനെ ഇതിലേക്ക്, അതായത് ഇതിനെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് പല പൊളിറ്റിക്കൽ പാർട്ടീസും രംഗപ്രവേശം ചെയ്യുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ അവരെത്തി നിൽക്കുന്നു. ഇനി രണ്ടാമത്തെ സമരത്തിലേക്ക് അവർ പോകുന്നു. E20 പെട്രോൾ, നല്ല പെട്രോൾ നമ്മളുടെ അവകാശമാണ് എന്നുള്ള നിലയിൽ. ഇതിനകത്ത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ശരിയാണ്, നല്ല പെട്രോളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പമ്പുകളിൽ 2 തരത്തിലുള്ള പെട്രോളുകൾ എത്തിക്കാനുള്ള ശ്രമം നടത്തണം. പമ്പുകൾ എന്ന് പറയുമ്പം ഇപ്പം കിട്ടി E20 പെട്രോൾ ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഴയ പെട്രോളും E20 വരുമ്പോൾ 20% എഥനോൾ മിക്സ് ചെയ്തിട്ടാണ് E20 വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെട്രോളിൻ്റെ വിലയിൽ ആ കുറവ് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ E20യിലേക്ക് പോകുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ശരിക്കും വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പെട്രോളിൻ്റെ വില കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഈ 20% വില കുറയേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അത് കുറഞ്ഞിട്ടില്ല നമ്മൾക്ക്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ സമരത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ ജന്തർ മന്ദറിൽ സമരത്തിലിരിക്കുന്നു, കുറേ കുട്ടികൾ സമരത്തിലിരിക്കുന്നു. ഈ സമരം പിന്നീട് രാജ്യമൊട്ടുക്ക് ശ്രദ്ധിക്കപ്പെടുന്നു. പ്രധാനമന്ത്രിയെ വരെ ചോദ്യത്തിൻ്റെ മുനയിൽ നിർത്തിക്കൊണ്ട് അവർ ആ സമരം കണ്ടിന്യൂ ചെയ്യുന്നു. വിജയം വരെ ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ സമരത്തിലേക്ക് പോകുമ്പോൾ ആ സമരം പലയിടങ്ങളിലും അക്രമാസക്തമാകുന്നു, വഴിതെറ്റി പോകുന്നു. ഭയങ്കര എന്താ പറയുക, ആ സായുധ വിപ്ലവമായി അത് മാറുന്നു. അപ്പോഴാണ് പലയിടത്തും ചർച്ച വരുന്നത്, ഈ പറയുന്ന അഭിജിത് ദീപ് കെ പോലുള്ള ആൾക്കാരൊക്കെ പൊതുവിൽ പുറത്തു നിന്ന് വിദേശ സഹായം സ്വീകരിക്കുന്നുണ്ട്, വിദേശ ഫണ്ട്. പക്ഷേ ഇത് എവിടെ നിന്നാണ് വിദേശ സഹായം സ്വീകരിക്കുന്നത് എന്ന് മാത്രം വ്യക്തമായിട്ടില്ല. പക്ഷേ വിദേശ സഹായം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിന് ഈ അടുത്ത സമരത്തിൽ നമ്മൾ കണ്ടത് എന്താ? തലസ്ഥാന നഗരം നിന്ന് കത്തുന്നതാണ് നമ്മൾ കാണുന്നത്. വാഹനങ്ങൾ വ്യാപകമായി തകർക്കുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഏറ്റവും ഒടുവിൽ പെല്ലറ്റ് ആക്രമണം ഉണ്ടാകുന്നു, വെടിവെക്കാൻ ഉത്തരവിടുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സായുധ വിപ്ലവമായി കൺവെർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അപ്പോൾ ഇതിനെ തീവ്രവാദം എന്ന് വേണമെങ്കിലും വിളിക്കാം. അതായത് എങ്ങനെയാണ് തീവ്രവാദമാകുന്നത്? ഒരു സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ, സർക്കാരിൻ്റെ സുഗമമായ നടത്തിപ്പിനെ പ്രതിരോധിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തെയും, അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തകിടം മറിഞ്ഞു. സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തകിടം മറിയുന്ന ഒരു മന്ത്രി രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. എത്ര ഭീകരമാണ്! നാളെ ഇതൊരു വലിയ സിവിലിയൻ വാറായി മാറില്ലേ? ഭരണകൂടത്തിനെതിരായി നടക്കുന്ന വലിയൊരു സംഘർഷമായി മാറില്ലേ? ഇത് കണ്ടിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള എല്ലാ കുട്ടികളും ഇത് കാണുകയല്ലേ? ഇവിടെ അരാഷ്ട്രീയവാദം എന്ന് പറയുന്ന മറ്റൊരു തലം ഇവിടെ നമ്മുടെ രാജ്യത്ത് രൂപപ്പെടാൻ പോവാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CJP പാറ്റാക്കൂട്ടത്തിന് സത്യത്തിൽ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല. അത് പിന്നീട് CPM അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ളവർ അതിൻ്റെ പിന്നിൽ അണിനിരന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ ബേസിക്കലി നമ്മൾ ചിന്തിച്ചു നോക്കി, ഇവർക്ക് രാഷ്ട്രീയമില്ലായിരുന്നു. ആ രാഷ്ട്രീയമില്ലാതിരുന്നിട്ട് കൂടി അവിടെ പ്രധാനമന്ത്രിക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എന്താ, അത്രത്തോളം അക്രമാസക്തമായ ഒരു നിലയിലേക്ക് പോകുമ്പോൾ നാളെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന തെറ്റായ ഒരു സന്ദേശമായിട്ട് നമുക്കിനെ വായിക്കേണ്ടി വരും.
കാരണം എന്താണ്, നാളെ ഇതുപോലെ കൂട്ടം കൂടി ഏതെങ്കിലും ഒരു സർക്കാരിനെതിരായി ഒരു സിവിലിയൻ മൂവ്മെന്റ് സംഘടിപ്പിച്ചാൽ, കുട്ടികളുടേതായ ഒരു മൂവ്മെന്റ് സംഘടിപ്പിച്ചാൽ, അത് അക്രമാസക്തമായാൽ ഇവിടുത്തെ ഏത് വലിയ ഭരണകൂടത്തെയും മുട്ടുകുത്തിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു തോട്ട് അവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ സർക്കാരിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കാൻ കഴിയും, സുഗമമായ നടത്തിപ്പിന് വിഘാതം സൃഷ്ടിക്കാൻ കഴിയും, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ കടന്നാക്രമിക്കാൻ കഴിയും, ഇവിടുത്തെ മന്ത്രിമാരെ വഴിയിൽ തടയാൻ കഴിയും, എന്തുമാകാൻ പറ്റുന്ന തരത്തിലേക്ക്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമില്ലേ? അവരുടെ ഭാഗത്തെ ന്യായത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ട്. അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. ആ ന്യായം നടപ്പിലാക്കി കൊടുക്കാൻ ഇവിടെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇതെന്താ നമ്മൾ കാണുന്നത്? CJP എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയവാദമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ പറയുന്ന അരാഷ്ട്രീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഓരോ അരാഷ്ട്രീയവാദങ്ങളിൽ നിന്നിട്ടാണ് ഓരോ സംഘടനകൾ രൂപം കൊള്ളുന്നത്. അതായത് ഭരണകൂടത്തിനെതിരായി ഒരു വിമത ഗ്രൂപ്പുകൾ ഇവിടെയൊക്കെ പലയിടങ്ങളിലും നമുക്കറിയാം, പലയിടങ്ങളിലും അങ്ങനെ വിമത ഗ്രൂപ്പുകൾ രൂപം കൊള്ളുന്നുണ്ട്. പല രാജ്യങ്ങളിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അവിടെ പലരെയും താഴെ ഇറക്കാൻ ഇപ്പം നമ്മൾ ആലോചിക്കുക, ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരമല്ലേ ഇത്. കാര്യം ഒരു മന്ത്രിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ കുട്ടികൾ പരിശ്രമിക്കുന്നു, ആ സമരം അക്രമാസക്തമാകുന്നു, ഒടുവിൽ മന്ത്രിക്ക് മുട്ടുമടക്കേണ്ടി വരുന്നു. എന്താണ് ഇതൊരു സിവിലിയൻ വാറിന് സമാനമായ ആ നാട്ടിലെ ഒരു ജനകീയ പ്രക്ഷോഭം എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അത് മാറുന്നില്ലേ? ഇത് കേരളത്തിലേന്നല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇത് അവർ പുറത്തേക്ക് എടുക്കും, ഈ ആയുധം പുറത്തേക്ക് എടുക്കും. ഇതായിപ്പോൾ E20-ക്കെതിരായിട്ട് സമരം വരുന്നു. ഈ സമരവും ഈ പറയുന്ന പോലെ രാജ്യം ഒട്ടുക്ക് ശ്രദ്ധിക്കപ്പെടും, ഗ്ലോബലി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് നരേന്ദ്രമോദിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ വളരെ ശക്തനായ ഒരു നേതാവാണ് നരേന്ദ്രമോദി. ഈ നരേന്ദ്രമോദി മുട്ടുമടക്കിയില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു ഭരണാധികാരിയെ ഏകദേശം 10, 12, 13 വർഷമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ മുട്ടിനല്ലേ ചവിട്ടിയത്? മുട്ടുമടക്കിച്ചില്ലേ? ഏറ്റവും ഒടുവിൽ പിന്നെ നരേന്ദ്രമോദിക്ക് എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് പുറത്തൊന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ല. ഒടുവിൽ അദ്ദേഹം വന്നിരുന്നുകൊണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഒരു ഭരണാധികാരിയെ മാറ്റിയ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് എത്രത്തോളം ഭീകരമായിരിക്കും നാളെ ഉണ്ടാകാൻ പോകുന്നത്, എന്തൊരു അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നാളെ ഇതൊരു സായുധ വിപ്ലവത്തിലേക്ക് പോയാൽ എന്ത് ചെയ്യും? നാളെ ഭയപ്പെടേണ്ടിയിരിക്കും. നാളെ ഒരു സായുധ വിപ്ലവത്തിലേക്ക് പോകും. നാളെ ഇവര് പിന്നെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മന്ത്രിയെ ബന്ദിയാക്കും. നാളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവർ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇവർ ശക്തിയായി. അതായത് ഇപ്പം അവർക്ക് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ശക്തിയാണ്, അവരുടെ കരുത്താണ്. കരുത്ത് തെളിയിച്ചു. ഇന്ത്യയിലാണ് നടന്നതെങ്കിൽ ലോകമെമ്പാടും ഇതിന്റെ സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും. അവർക്ക് നാളെ ഇത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതിൽ ഒരു മന്ത്രിയെ മുട്ടുകുത്തിച്ചു, പ്രധാനമന്ത്രി മുട്ടുകുത്തി, അമിത്ഷാ മുട്ടുകുത്തി, അവിടുത്തെ വമ്പൻ നിരകളുണ്ടല്ലോ, ഈ നമ്മൾ ഇരട്ടച്ചങ്കുള്ളവരെന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ ഭരണാധികാരികൾ മുട്ടുകുത്തിയ സാഹചര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. നാളെ ഇതൊരു വലിയ ഇതിലേക്ക് പോയി നാളെ ഇവരിത് ബന്ദികളാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ എന്ത് ചെയ്യും? നാളെ ഒരു സംഭവിക്കുന്നല്ല പറയാം, നാളെ പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയിട്ട് നാളെ ഒരു ബാർഗെയിൻ ചെയ്യുമ്പോൾ ഇതിന്റെ സ്വഭാവം മാറി. നാളെ ഈ പറയുന്ന അമിത്ഷായെ തട്ടിക്കൊണ്ട് പോയി കഴിയുമ്പോഴും അതിന്റെ കംപ്ലീറ്റ് ഇതിന്റെ ഉൾട്ടയാവുകയല്ലേ? ഇതിന്റെ സ്വഭാവം കംപ്ലീറ്റ് മാറുക ചെയ്യുന്നത്. അപ്പം ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിൽ ഈ പുറത്തുനിന്ന് ഫണ്ടിങ് വരില്ലേ? സ്വാഭാവികമായിട്ടും ആലോചിച്ച് നോക്കൂ. ഇവിടെ എന്തുകൊണ്ടാണ് BJP ഭരിക്കുന്ന സമയത്താണല്ലോ ഇവിടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അതായത് എനിക്ക് തോന്നുന്നു ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം ഇവിടെ BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ പുൽവാമ അടക്കമുള്ള അറ്റാക്കുകൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത്, പാകിസ്ഥാൻ്റെ അറ്റാക്ക്. അപ്പം സ്വാഭാവികമായും നമ്മുടെ ഭരണകൂടത്തിന്റെ ശത്രുക്കൾ രാജ്യത്തിനകത്തുണ്ട് എന്ന് തിരിച്ചറിയുന്ന ശത്രുക്കൾ എന്ത് ചെയ്യും? ഇവർക്ക് ഫണ്ട് ചെയ്യും. ഇവിടെ ആയുധ കച്ചവടം വരെ നടക്കത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ആയുധ കച്ചവടം നടക്കാം, ആയുധ ഇറക്കുമതി നടക്കാം, ഇതൊക്കെ നടക്കില്ല. നമുക്കൊരു നേപ്പാൾ വഴി ഇവിടുന്ന് കേരളത്തിലേക്ക് പിന്നെ കാറ് കടന്നു വന്നിട്ടുണ്ട്. നേപ്പാൾ ദുൽഖർ സൽമാനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാര്യം അതല്ലേ. അവിടുന്ന് ഓപ്പറേഷൻ അങ്ങനെ എന്തോ ഒരു ഇതാണ്, ഞാൻ അതിൻ്റെ പേര് ഇപ്പം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അവിടുന്ന് നേപ്പാളിൽ നിന്ന് നിസാം പട്രോളിന്റെ വാഹനം അടക്കം നിരവധി വാഹനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ ഇങ്ങേ അറ്റം, നേപ്പാളിൽ നിന്ന് വാഹനം നമ്മുടെ ഇങ്ങേ അറ്റം വരെ എത്തി. ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കേ അറ്റം വരെ നമുക്ക് പറയേണ്ടി വരും, അവിടം വരെ വാഹനം എത്തി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അതിപ്പം എത്ര സെക്യൂരിറ്റിയാണ് നമ്മുടെ അതിർത്തിയിലുള്ളത് ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരുടെ കയ്യിലേക്ക് ആയുധം എത്താൻ അതിന് അധിക സമയം വേണോ? നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ. ഇത് അത്ര ഇപ്പം വളരെ സിമ്പിളല്ല, നിസ്സാരമല്ല കാര്യം. നമ്മൾക്ക് ഇപ്പം അഫ്ഗാനും ഇന്ത്യയും തമ്മിൽ കൈ കൊടുക്കുന്ന, താലിബാനും ഇന്ത്യയും തമ്മിൽ കൈ കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. പാകിസ്ഥാൻ ആകെ ഭയന്നിരിക്കുകയാണ്.
പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനും ഇന്ത്യയും കൈ കൊടുക്കുമ്പോൾ അവരുടെ ഒരു ശക്തി കേന്ദ്രം നഷ്ടപ്പെടുക. കാര്യം കിഴക്കും പടിഞ്ഞാറുമാണ്. പടിഞ്ഞാറ് അഫ്ഗാനും കിഴക്ക് ഇന്ത്യയും രണ്ടുപേരും കൂടി അപ്പുറത്തും ഇപ്പുറത്തും സാൻഡ്വിച്ച് പരുവത്തിലാക്കും പാകിസ്ഥാനെ. പാകിസ്ഥാനാണെങ്കിൽ ഭയമുണ്ട്, നയതന്ത്രപരമായ ഭയമുണ്ട്. ഈ പാകിസ്ഥാന് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ സ്വാധീനിക്കാൻ കഴിയും. നമ്മുടെ ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിനെ സ്വാധീനിക്കാൻ കഴിയും. അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ഇയാളെക്കുറിച്ച് ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തീവ്രവാദ സ്വഭാവമുള്ള ഒന്നായി ഇത് കൺവെർട്ട് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നിലവിലുള്ള സംവിധാനത്തെ വളരെ ഇപ്പം ഇതിലൊരിക്കലും ഇവിടെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ഇവിടെ പ്രധാനമന്ത്രി അടക്കമുള്ള നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം ഇതിന് അത്രയും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയോ അവരുടെ ഇംഗിതത്തിന് വഴങ്ങുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു അവർ കാണിക്കേണ്ടിയിരുന്ന മിനിമം മര്യാദ. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്.